അന്തിമ വിജയം തങ്ങൾക്കാണെന്ന് പ്രഖ്യാപിച്ച് ഇറാൻ താൽക്കാലികമായി യുദ്ധം നിർത്തി. ഹോർമുസ് കടലിടുക്ക് തുറന്നു കൊടുക്കുന്നതായി ഇറാൻ പ്രഖ്യാപിച്ചു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയാണ് ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതായി പ്രഖ്യാപിച്ചത്. ഇസ്രായേലും ലെബനനും തമ്മിലുള്ള വെടിനിർത്തൽ കാലയളവ് വരെ ഹോർമുസ് കടലിടുക്ക് തുറന്നു കൊടുക്കാൻ ഇറാൻ തീരുമാനിച്ചു. അമേരിക്ക ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്തു. ഇറാൻ്റെ തീരുമാനം സ്വാഗതാർഹമാണെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. എന്തായാലും യുദ്ധം കൊണ്ട് ട്രംപ് എന്ത് നേടി എന്നുള്ളത് ബാക്കി ഒന്നും നേടിയില്ല. ഇറാൻ്റെ വീര്യത്തിന് മുമ്പിൽ, ഇറാൻ്റെ മനോധൈര്യത്തിന് മുമ്പിൽ ട്രംപിൻ്റെ പ്രതീക്ഷകൾ തകിടം മറിഞ്ഞു. യുദ്ധം ഇറാൻ വിജയിച്ച പശ്ചാത്തലത്തിൽ എത്തി നിൽക്കുന്നു. യുദ്ധത്തിൽ ഇറാൻ്റെ മിസൈൽ ശേഖരത്തെ നശിപ്പിക്കാൻ കഴിഞ്ഞുവെന്നും ആണവ പദ്ധതികളെ തകർക്കാൻ കഴിഞ്ഞുവെന്നും ട്രംപ് അവകാശപ്പെടുന്നു. പക്ഷേ ഇറാൻ പറയുന്നത് ലെബനനിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയാൽ ഇനിയും ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ സാധ്യത ഉണ്ടെന്നാണ്. താൽക്കാലികമായി ഇസ്രായേലും ലെബനനിലെ ഹിസ്ബുള്ളയും തമ്മിലുള്ള വെടിനിർത്തൽ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇറാൻ ഹോർമുസ് കടലിടുക്ക് തുറന്നു. ലോകത്തിന് ആശ്വാസമായ സംഭവം. ഇറാൻ്റെ മനോവീര്യം, ഇറാൻ്റെ യുദ്ധവീര്യം അമേരിക്ക അനുഭവിച്ച് അറിഞ്ഞു. എബ്രഹാം ലിങ്കൻ അടക്കമുള്ള പടക്കപ്പലുകൾ എത്തിയിട്ടും കുലുങ്ങിയില്ല ഇറാൻ. അവർ യുദ്ധത്തിന് തയ്യാറായിരുന്നു. ഗൾഫ് രാജ്യങ്ങളെ തലങ്ങും വിലങ്ങും ആക്രമിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് മറുപടി നൽകി ഇറാൻ. അമേരിക്കയുടെ പേരുകേട്ട വ്യോമ പ്രതിരോധ സംവിധാനമായ താഡ് അടക്കമുള്ളവ ഇറാൻ്റെ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായി. ഒരിടത്തും ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇറാൻ തയ്യാറായില്ല. പാകിസ്ഥാനിൽ നടന്ന ചർച്ച പരാജയമായിരുന്നു. പാകിസ്ഥാനിൽ നടന്ന ചർച്ച പരാജയപ്പെടാനുള്ള പ്രധാന കാരണം ഇസ്രായേൽ ഹിസ്ബുള്ളയെ ആക്രമിച്ചതാണ്. ഹിസ്ബുള്ളയെ ആക്രമിക്കാനെന്ന പേരിൽ ഇസ്രായേൽ ലെബനനിൽ ശക്തമായ ആക്രമണം നടത്തി. അതോടുകൂടി അമേരിക്കയും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ അവസാനിച്ചു. എന്നാൽ ഇപ്പോൾ ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ ഇറാൻ തീരുമാനിച്ചിരിക്കുന്നു. ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടാണ് ലെബനനും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ പ്രാവർത്തികമാക്കി മാറ്റിയത്. അമേരിക്കയുടെ കൊട്ടേഷൻ ടീമാണല്ലോ ഇസ്രായേൽ. അമേരിക്ക പറയുന്നതനുസരിച്ച് ഇസ്രായേൽ കേൾക്കും. അതൊക്കെയാണ് അതിൻ്റെ രീതി. എന്തായാലും ഇരു കൂട്ടരും, ഇസ്രായേലും ലെബനനും സമാധാനത്തിൻ്റെ പാതയിലേക്ക് വന്നിരിക്കുന്നു. മാത്രമല്ല, ഇറാൻ സമാധാനത്തിൻ്റെ പാതയിലേക്ക് വന്നതിന് പിന്നാലെ ഹോർമുസ് കടലിടുക്ക് തുറന്നു കൊടുത്തിരിക്കുന്നു ഇറാൻ പറഞ്ഞിരുന്നു, ലെബനനിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണെങ്കിൽ ചെങ്കടലും തങ്ങൾ ഉപരോധിക്കുമെന്ന്. ഇറാനുമേൽ അമേരിക്ക നാവിക ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. നാവിക ഉപരോധം ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ തന്നെ ചൈനയിലേക്ക് കപ്പൽ പോയത് അമേരിക്കയ്ക്ക് തിരിച്ചടിയായി മാറി. റഷ്യയുടെ ഇടപെടലും ശ്രദ്ധേയമായി മാറി. സൈനികമായും സാങ്കേതികമായും റഷ്യ ഇറാനെ ഈ യുദ്ധത്തിൽ സഹായിച്ചു. ഉക്രൈൻ യുദ്ധത്തിൽ ഇറാൻ ഡ്രോണുകൾ റഷ്യ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. അതിന് പ്രത്യുപകാരമായി അമേരിക്കയുമായുള്ള യുദ്ധത്തിൽ കൈമൈ മറന്ന് തന്നെ റഷ്യ അദൃശ്യ ശക്തിയായി നിന്ന് ഇറാനെ സഹായിച്ചു. അതാണ് അമേരിക്കയ്ക്ക് ഇറാനെ കീഴടക്കാൻ കഴിയാതെ വന്നത്, പാടുപെട്ടിട്ടും കഴിയാതെ വന്നത്. മാത്രമല്ല, ഇറാൻ ഭരണകൂടം സുസജ്ജമാണെന്ന് തെളിഞ്ഞു. ഇറാൻ ഭരണകൂടം ശക്തമായ രീതിയിൽ
പ്രവർത്തിക്കുന്നു ഇറാനിൽ. അയത്തുള്ള ഖൊമൈനി ഇസ്രായേൽ അമേരിക്കൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടും ഇറാന് ഒരു കുലുക്കവും ഉണ്ടായില്ല. അവരുടെ പ്രമുഖ നേതാക്കളിൽ പലരും കൊല്ലപ്പെട്ടിട്ടും അവർ വീറോടെ നിന്ന് പൊരുതി. അവർക്ക് ആവശ്യം അധിനിവേശത്തിനെതിരായ യുദ്ധമായിരുന്നു. അധിനിവേശത്തിനെതിരായ യുദ്ധം അവരുടെ ലക്ഷ്യമായിരുന്നു. ആ ലക്ഷ്യം യാഥാർത്ഥ്യത്തിലേക്ക് എത്തി എന്ന് വേണമെങ്കിൽ പറയാം. ലോകത്തിന് സമാശ്വസിക്കാം. ലോകത്തിന് ഇനി ആശ്വാസത്തിൻ്റെ നാളുകൾ. ഇനിയിപ്പോൾ സമാധാനത്തിൻ്റെ പാതയിലാണ് അമേരിക്കയും ഇറാനും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്.